കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അങ്ങനെ രാത്രി 4 പേരും കൂടെ ഒരുമിച്ച് കിടക്കുകയാണ്. സുധീഷിൻ്റെ അടുത്ത് തന്നെയാണ് ഹരീഷ് കിടക്കുന്നത്. അപ്പം സുധീഷ് ഹരീഷിനോട് പറയാണ്, ഞാനൊരു കാര്യം പറയട്ടെ. ആ വിവാഹം എനിക്ക് ഒറിജിനൽ കല്യാണം തന്നെയായിരുന്നു. അത് നിധിക്ക് മാത്രമേ ഉള്ളായിരുന്നു ഒരു ഫേക്ക് മാരേജ്. എൻ്റെ ജീവിതകാലം മൊത്തവും നിധി എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കള്ളത്തരമൊന്നും അല്ലടാ, നുണയല്ല, സത്യമാണ്. എനിക്ക് എൻ്റെ കൂടെ നിധി വേണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഹരീഷിന് ഭയങ്കര സങ്കടം വന്ന് സുധീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് രൂപേഷും സുഭാഷും കിടക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, ഞാൻ വെറുതെ പറയല്ല, എനിക്ക് നിധി എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് നടക്കത്തില്ലെന്നും എനിക്കറിയാം എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ കരയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷമം വന്ന് സുധീഷിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെ 4 പേരും ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ്. ഇതെല്ലാം കേട്ടും കണ്ടു പുറത്ത് ഭാസ്കരൻ ഇങ്ങനെ സങ്കടം സഹിക്കവേ കടിച്ചമർത്തി ഇങ്ങനെ ഇരിക്കാൻ വയ്യാതെ ഭാസ്കരനും എന്ത് വേണമെന്ന് അറിയത്തില്ല. ആ വിഷമത്തിലാണ്. ഒരിക്കൽ ഭാസ്കരനും പ്രതീക്ഷിച്ചില്ല ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമോള് എല്ലാം ഉപേക്ഷിച്ച് പോകുമെന്ന്. ഭാസ്കരൻ അത് ചിന്തിക്കാൻ കൂടി അപ്പുറമായിരുന്നു. അങ്ങനെ അവർ രാത്രി വൈകി എല്ലാവരും ഉറങ്ങിയത്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും നീതി വന്ന് നോക്കുമ്പം കാണുന്നത് ഹരീഷാണെങ്കിൽ സുധീഷിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്നതാണ്. അത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാവുന്നുള്ള നിധി. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്ക് ചാടി എണീക്കുകയാണ് സുഭാഷ് എണീക്കുമ്പോഴത്തേക്ക് നിധി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ സുഭാഷ് ആണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം വിളിച്ചുണർത്തുന്നുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും എണീക്കുന്നുണ്ട്. എണീച്ച് കിടന്ന പായൊക്കെ മഴക്കി സൈഡിൽ കൊണ്ട് വെക്കുന്നുണ്ട്. നിധി പറഞ്ഞിട്ടുണ്ടല്ലോ അവരവർ കിടക്കുന്നപ്പോൾ അവരവർ തന്നെ മടക്കി വെക്കണമെന്ന്. അങ്ങനെ എല്ലാവരും മടക്കിക്കൊണ്ട് സൈഡിൽ ഇങ്ങനെ വെക്കുകയാണ്. അപ്പോഴാണ് ഭാസ്കരൻ അങ്ങോട്ട് കയറി വരുന്നത്. ഭാസ്കരൻ അങ്ങോട്ട് കയറി വരുമ്പം എല്ലാവരും ഇങ്ങനെ ഭാസ്കരനെ നോക്കുന്നുണ്ട്. ഭാസ്കരൻ നേരെ വന്ന് അവിടെ തൂക്കിയിട്ടേക്കുന്ന കല്യാണ ഫോട്ടോ എടുത്തുകൊണ്ട് അങ്ങ് പോകുവാണ്. ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടുന്നുണ്ട്. എല്ലാവർക്കും നല്ല സങ്കടവും വരുന്നുണ്ട്. ഭാസ്കരൻ ആരോടും ഒന്നും മിണ്ടുന്നില്ല. കുഞ്ഞ് വന്ന് ആ ഫോട്ടോ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിധി ചോദിക്കുകയാണ്, എല്ലാവരും എണീറ്റിടന്നിട്ട് എന്നോടൊന്നും മിണ്ടുന്നില്ല, എന്താ എന്നോട് പിണക്കം വന്നോ? ഇനി ആരും എന്നോടൊന്നും മിണ്ടത്തില്ലയോ എന്ന് നിധി വളരെ സങ്കടത്തോടെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും വളരെ വിഷമം വരുന്നുണ്ട്. പക്ഷേ ആരും ഒന്നും മിണ്ടുന്നില്ല. സുഭാഷ് ഏട്ടന് ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. അപ്പം രൂപേഷ് നേരെ നടന്ന് നിധി എടുത്തിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ഏട്ടത്തി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഏട്ടത്തി ഈ വീട്ടിലേക്ക് വന്നപ്പം എനിക്കൊരു അമ്മയെ കിട്ടിയ പോലാണ്. അമ്മയില്ലാതെ വളർന്ന എനിക്ക് പെട്ടെന്ന് എനിക്കൊരു അമ്മയെ കിട്ടിയതുപോലെയാണ് തോന്നിയത്. ഏട്ടത്തിക്ക് ഇവിടുന്ന് പോവാതിരുന്നുകൂടായോ എന്ന് ചോദിച്ചുകൊണ്ട് കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് പൊട്ടിക്കരയാണ് രൂപേഷ്. അപ്പം നിധി പറയാണ്, രൂപേഷ് നീ കരയാതെ, ഇങ്ങനെ സങ്കടപ്പെട്ട് കരയാതെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇപ്പം ഞാൻ ഉടനെ ഇവിടുന്ന് പോകത്തില്ല, വിഷമിക്കണ്ട, ഞാൻ പോകത്തില്ല എന്നും പറഞ്ഞ് നിധിയാണെങ്കിൽ രൂപേഷിനെ ആശ്വാസപ്പെടുത്തുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രൂപേഷിന് ഭയങ്കര സന്തോഷം വരുവാണ്. അപ്പോൾ രൂപേഷ് ഓടിപ്പോയി സുധീഷിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഏട്ടത്തി ഇപ്പം പോകത്തില്ല സുധീഷ് ഏട്ടാ എന്നും പറഞ്ഞ്, നമ്മളെ വിട്ട് പോകത്തില്ല എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ഹരീഷിനും സുഭാഷിനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് രൂപേഷിൻ്റെ സന്തോഷം കാണുമ്പോൾ. അങ്ങനെ സുധീഷാണെങ്കിൽ വളരെ ദയനീയമായി നിധിയെ ഇങ്ങനെ നോക്കുവാണ്. നിധിയും തിരിച്ച് സുധീഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം മുറിയിലേക്ക് പോയ നിധിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യാണ് ഏട്ടത്തി. ഇവിടുത്തെ വിശേഷം അറിയാനും എല്ലാം ഏട്ടത്തി ഇപ്പം എന്നും വിളിക്കാറുണ്ട്. പറഞ്ഞു കൊടുക്കണം, അത്രയും ആണുങ്ങളുള്ള വീട്ടിൽ നീ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത് ശരിയാണോ എന്ന് ഏട്ടത്തി ചോദിക്കുന്നുണ്ട്. എന്താ ഏട്ടത്തി അങ്ങനെ പറയുന്നത്? 5 ആണുങ്ങളുണ്ടെങ്കിൽ ആ വീട്ടിലൊരു പെണ്ണ് സുരക്ഷിതയല്ലെന്ന് ആരാ പറഞ്ഞത്? ഞാൻ എൻ്റെ വീട്ടിൽ കഴിയുന്നതിനൊക്കെ സുരക്ഷിതയും സന്തോഷവതിയാണ് ഇവിടെ. അത്രയ്ക്ക് നല്ല ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എനിക്ക് ഈ വീട്ടിൽ താമസിക്കുന്നതിന് ഒരു ഭയവും ഇല്ല. ഇവിടെ ആരെയും പേടിയില്ല. എല്ലാവരും അത്രയും നന്നായിട്ടാണ് എന്നോട് പെരുമാറുന്നത് എന്ന് ഏട്ടത്തിയോട് പറയണം. അത് കേൾക്കുമ്പോൾ ഏട്ടത്തിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും നിനക്കിഷ്ടം പോലെ ചെയ്യുമെന്ന് ഏട്ടത്തി പറയുന്നുണ്ട്. അതിനുശേഷം നിധിയാണെങ്കിൽ നേരെ മുറ്റത്ത് ചൂലെടുത്ത് തൂക്കാനായിട്ട് വരികയാണ്. തൂക്കാൻ വരുമ്പോഴത്തേക്ക് ചൂലെടുക്കുമ്പോഴത്തേക്ക് ഭാസ്കരൻ ഇറങ്ങി വന്ന് നിധിയുടെ നിന്ന് ചൂല് വാങ്ങിച്ച് അങ്ങ് തൂക്കുവാണ്. ഇത് കാണുമ്പോഴത്തേക്ക് നിധിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അതേപോലെ അത്ഭുതവും തോന്നുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം തന്നോട് തർക്കുത്തരവും പറഞ്ഞ് താൻ പറയുന്നതൊന്നും കേൾക്കാതെ അഹങ്കാരം കാണിച്ച് നടന്ന ആളാണല്ലോ ഇത് ചെയ്യുന്നതെന്ന് നിധിക്ക് തോന്നി.
നിധി പറയുന്നുണ്ട്, ഞാൻ ചെയ്തോളാം അച്ഛ, അതിങ്ങി തന്നു എന്ന് പറയാണ്. അപ്പം ഭാസ്കരൻ പറയാണ്, വേണ്ട മോളെ, ഞാനിത് ചെയ്തോളാം, ഈ ഒന്നും ചെയ്യണ്ട എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. നിധി പോകുന്നതിൽ വളരെ വിഷമമുണ്ട്. അകത്തുനിന്ന് സുധീഷിൻ്റെ കല്യാണ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നത് ഭാസ്കരൻ്റെ കട്ടിലിൻ്റെ അടുത്ത് വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഭാസ്കരൻ്റെ മക്കളോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ നിധി ഇവിടുന്ന് പോകുന്നെന്ന് അറിഞ്ഞപ്പം ഭാസ്കരൻ അത് സഹിക്കാൻ പറ്റുന്നില്ല. നിധിയെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിർത്തണം. അതുമാത്രമേ ഉള്ളൂ ഭാസ്കരൻ്റെ ഉദ്ദേശം. എൻ്റെ മോൻ്റെ ഭാര്യയായി നിധി എന്നും കൂടെ ഉണ്ടാവണമെന്ന് ഭാസ്കരനും ആഗ്രഹിക്കുന്നു.